ഹലോ നമസ്കാരം, ദിസ് അഭിലാഷ് വൃന്ദാവൻ അഗൈൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.417 ബില്യൺ ആയിക്കഴിഞ്ഞു. ചൈനയെ നമ്മൾ പുറകിലാക്കി കഴിഞ്ഞു. ചൈനയുടെ 1.412 ആണ്, നമ്മളിപ്പോൾ 1.417 ആണ്. അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ 15 to 64 ഏജ് വൈസ് നോക്കുമ്പോൾ 67% ആൾക്കാർ ഇപ്പോൾ അത്രയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കണക്കുകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമുക്ക് കാണിക്കുന്നത്? കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. നമുക്ക് നോക്കാം എന്താണ് ആ കമ്പനി ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ അതിന് മുമ്പ് ഒരു ഡാറ്റയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്ത്യയിലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട പോപ്പുലേഷൻ ഡാറ്റ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ 130 മില്യൺ ആൾക്കാരാണ് 2022 നമ്പർ ഓഫ് ഹെൽത്ത് കോൺഷ്യസ് ഇൻഡിവിജ്വൽസ് ഇൻ ഇന്ത്യ ഉണ്ടായിരുന്നത്. ഇപ്പം പ്രൊജക്റ്റഡ് ആയിരുന്നു പറയുന്നത് 2025 ആകുമ്പോഴത്തേനും 142 മില്യൺ ആൾക്കാർ ഈ ഒരു രീതിയിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുമെന്നാണ് നമ്മുടെ കണക്കുകൾ വരുന്നത്. ഇത് ഗ്രാജ്വലി കൂടി വന്നതാണ്. കാരണം 2018 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90 മില്യൺ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 2020 108 മില്യൺ ആൾക്കാർ, ഇപ്പോൾ 2022 130, 2025 ആകുമ്പോഴത്തേനും 142. സോ ഇറ്റ്സ് എ ഗ്രാജുവൽ ഡാറ്റ. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ കൂടുന്നു. ഇന്ത്യയുടെ പോപ്പുലേഷൻ 1.417 ബില്യൺ ആയിക്കഴിഞ്ഞു. ചൈനയെ പുറകിലാക്കി കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം കൊണ്ട് ഗുണം കിട്ടുന്ന ഒരു കമ്പനി ഏതാണ്? ആ കമ്പനിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ക്യാമ്പസ് ആക്റ്റീവെയർ ലിമിറ്റഡ് എന്ന ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാമ്പസ് ആക്റ്റീവെയർ ചെയ്യുന്നത്? ഇന്ത്യസ് ലാർജസ്റ്റ് സ്പോർട്സ് ആൻഡ് അത്ലറ്റിക് ഫുട്വെയർ ബ്രാൻഡാണ് ക്യാമ്പസ്. ഇന്ത്യയിലെ 4ാമത്തെ സ്ഥാനമാണ് ഈ കമ്പനിക്കുള്ളത്. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയാണുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ലാർജസ്റ്റ് എന്ന് പറയുന്നത്? ഇൻ ടേംസ് ഓഫ് വാല്യൂ ആൻഡ് ഇൻ ടേംസ് ഓഫ് വോളിയം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. റൈറ്റ്, ദ കമ്പനി മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എ വെറൈറ്റി ഫുട്വെയർ ലൈക്ക് റണ്ണിംഗ് ഷൂസ്, walking shoes, casual shoes, floaters, slippers, flip-flops and sandals available in multiple color, style and affordable prices. റൈറ്റ്, അപ്പോൾ എന്താണ് ഇവരുടെ പ്രൈസ് ഇവർ കൊടുത്തേക്കുന്നത്? അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇതിൻ്റെ റിസർച്ച് ചെയ്തുള്ള ഡാറ്റയാണ്. അതിനകത്ത് പിന്നെ നമ്മളുടെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ പ്രൈസ് റേഞ്ച് ഇവിടെ കാണിക്കുന്നത്? മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് സ്ട്രാറ്റജി, ദ കമ്പനി ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ഫുട്വെയർ പ്രോഡക്റ്റ് പ്രൈസ് ബിറ്റ്വീൻ ₹299 to 3,499. 299 മുതൽ 3,499 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അതാണ് ക്യാമ്പസിൻ്റെ ഒരു വിജയം എന്നും എനിക്ക് പറയാൻ പറ്റും. കാരണം എക്കണോമിക്കലായിട്ടുള്ള വളരെ വയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ക്യാമ്പസ് ഉൽപ്പാദിപ്പിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വളരെ നീറ്റായിട്ടുള്ള വെബ്സൈറ്റാണ്. പിന്നെ അതുകൂടാതെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇവർ സെല്ല് ചെയ്യുന്നത് D2C ആണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ടു കസ്റ്റമർ എന്ന രീതിയിലും ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇവർക്ക് 7% ഇവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കാം ബാക്കി കാര്യങ്ങൾ കമ്പനിയെ കുറിച്ചിട്ടുള്ള. 17% മാർക്കറ്റ് ഷെയർ ഇൻ ദ ബ്രാൻഡഡ് S&A ഫുട്വെയർ, അല്ലേ? അത്ലറ്റിക് ഫുട്വെയറിൽ 17% മാർക്കറ്റ് ഷെയർ ഹാൻഡിൽ ചെയ്യുന്നൊരു കമ്പനിയാണിത്. 23.5 മില്യൺ പെയർ സോൾഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2023 ഇവിടെ കാണാം. അതിൽ തന്നെ 7.9 മില്യൺ പെയർ സോൾഡ് ത്രൂ ഓൺലൈൻ ചാനൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഓൺലൈനിൽ ഇവർക്ക് നല്ല ബിസിനസ് ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? ഇൻ ബിറ്റ്വീൻ അതിനകത്ത് വരുന്ന ബാക്കിയുള്ള സപ്ലയേഴ്സും അതേപോലെ തന്നെ റീറ്റെയിലേഴ്സും ഒക്കെ ഒഴിവാക്കി ഇവർ നേരിട്ട് തന്നെ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റിനെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാകുന്നുണ്ട്. ദെൻ 20K പ്രസൻസ് ഇൻ ജിയോ ടാഗ്ഡ് റീറ്റെയിൽ ടച്ച് പോയിൻറ്റ്സ്, അതേപോലെ തന്നെ 650 സിറ്റീസ് കവേർഡ് അക്രോസ് 28 സ്റ്റേറ്റ്. 650 സിറ്റി കവർ ചെയ്തിട്ടുണ്ട് ഇവർ ഇതുവരെ. 28 സ്റ്റേറ്റിൽ ഇവരുണ്ട്. 425ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവർക്കുണ്ട്. 425+ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതേപോലെ തന്നെ 200-ൽ കൂടുതൽ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ഇവർക്കുണ്ട്. 5 സ്റ്റേറ്റിൽ ഇവർക്ക് മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവർക്കുണ്ട്. അതേപോലെ തന്നെ 34.8 മില്യൺ ആനുവൽ ഷൂ അസംബ്ലി കപ്പാസിറ്റി ഉള്ള ഫെസിലിറ്റിയാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കൂടിയിട്ട് ഇത്രയും പ്രൊഡക്ഷൻ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. 100+ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് പാർട്ട്നേഴ്സ് ഫെസിലിറ്റീസ് അവർക്കുണ്ട്. 2500ഓളം എന്താണ് ആക്റ്റീവ് ഷൂ സ്റ്റൈൽസ് ഇൻ സർക്കുലേഷൻ. 2500ഓളം സ്റ്റൈൽ അവർക്കുണ്ട്. 2800ഓളം ന്യൂ ഷൂ ലോഞ്ച്ഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2019-2023. അതെന്താണ്? എക്സ്പെൻസീവ് ചോയ്സ്. സോ ഇതാണ് ഇവരുടെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. 290 രൂപ മുതൽ 3,500 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ച് അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ അവർക്കുണ്ട്. റൈറ്റ്, കമ്പനി എത്ര പൈസേൻ്റെ കമ്പനിയാണ്? വളരെ ചെറിയ 9,000 crore സ്മോൾ ക്യാപ് കമ്പനിയാണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. റൈറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഓംനി ചാനൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടില്ല, നേരത്തെ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ എന്താണ്? D2C, ഡയറക്റ്റ് ടു കസ്റ്റമർ. അതിൽ 38% ഓൺലൈനിൽ അവർക്ക് ഈ നേരത്തെ കണ്ട നമ്മുടെ സെയിൽസിൻ്റെ 38% അവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. D2C ഓഫ്ലൈനിൽ 7% വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊരു നല്ലൊരു പോയിൻ്റാണ്. അതങ്ങനെ കമ്പനി കൂട്ടി വന്നാൽ ഇവർക്ക് ഇനിയും ഇവരുടെ പ്രോഫിറ്റിനെ കൂട്ടാൻ വേണ്ടി പറ്റും. റൈറ്റ്,
അഡ്വർടൈസ്മെൻറ്റിൽ കമ്പനി 160 കോടി രൂപയാണ് ഇതുവരെ സ്പെൻഡ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ 2022-23 അതിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ സൈസ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9,000 കോടി രൂപേൻ്റെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ യെസ് ഇറ്റ്സ് എ ഗുഡ് സ്പെൻഡിങ് ഓൺ ദ അഡ്വർടൈസ്മെൻറ്റ് ആസ് വെൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ബാക്കി ഇതിൻ്റെ ബിസിനസ് ബേസിക്കലി എന്താണ്, ഷൂ മാനുഫാക്ചറാണ്, കാര്യങ്ങളാണ്. ഓക്കെ, ഇതിന് ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഇവർക്ക് ഇനി എന്താണ് ഫ്യൂച്ചറിൽ ഇവർക്ക് ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ കണ്ട ഡാറ്റ ഏതാണ്, ഈ പോപ്പുലേഷൻ്റെ ഡാറ്റ ഞാൻ കാണിച്ചു തന്നിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇന്ത്യൻ്റെ GDP റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ $3.417 ട്രില്യൺ ആയിട്ട് ഇന്ത്യൻ്റെ GDP റേറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം. ഈ റിപ്പോർട്ട് നിങ്ങളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് GTRൻ്റെ റിപ്പോർട്ടാണ്. 2024 ജനുവരിയിൽ വന്ന റിപ്പോർട്ടാണ്. അതിലെന്താ പറയുന്നത്, മാർച്ചിങ് ടുവേർഡ്സ് 90 ബില്യൺ ഫ്യൂച്ചർ. അതാണ് ഇന്ത്യയിലെ ഫുട്വെയർ റെവല്യൂഷൻ ആവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചൈനൻ്റെ പോപ്പുലേഷൻ വെച്ച് നമ്മൾ ഇന്ത്യനെ കമ്പയർ ചെയ്തു. അപ്പോൾ ഈ കാര്യത്തിലും കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ് ചൈന, പിന്നെ ഫുട്വെയർ പ്രൊഡക്ഷനിൽ ചൈന നമ്പർ 1 ആണ്, ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് കൺട്രി വൈസ് നോക്കുമ്പോൾ. ഷെയർസ് ഓഫ് ഫുട്വെയർ റീറ്റെയിൽ ഇൻ ടോട്ടൽ റീറ്റെയിൽ, ഓക്കെ, അതിൽ തന്നെ 1.2% ആണ് ചൈന വിത്ത് ബെല്ല ഇൻ്റർനാഷണൽ പോലത്തെ വലിയ വലിയ ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. ഇവിടെയും എന്താണ് 1.2% ആണ് വിത്ത് ബിഗ് ബ്രാൻഡ്സ് ലൈക്ക് ബാറ്റ, ക്യാമ്പസ്, മെട്രോ ഷൂസ് ആൻഡ് സോ ഓൺ, റൈറ്റ്. പിന്നെ അത്ലറ്റിക് മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ചൈന ഗ്രോ ചെയ്യുന്നത് CAGR 24%ലാണ് അവർ ഗ്രോ ചെയ്യുന്നത്. ഇന്ത്യ athletic market is expected to grow at a similar rate like China. The athletic market is growing at a CAGR of 15% in 2015-20 and it is expected to grow at a rate of 16% till 2025. അപ്പോൾ ഇവിടെ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫുട്വെയർ മാനുഫാക്ചറിങ് നമ്മൾ നോക്കുമ്പോൾ ചൈന ഈസ് ഓൾസോ ദ ഹോം ഓഫ് ടോപ്പ് മാനുഫാക്ചേഴ്സ് ലൈക്ക് ആൻഡ, Li-Ning, Fila and others, Bella International and all. Then India is among us the top manufacturer for global brands like Nike, Puma and Adidas, with over 80% of their products being outsourced and manufactured in Asia Pacific region. റൈറ്റ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ്റെയും ചൈനയുടെയും ഫുട്വെയർ എന്ന ആ ഒരു കാറ്റഗറിയിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എ വെരി ബിഗ് ഗ്രോത്ത് ഫ്രം ഹിയർ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യസ് പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഓൺ ഫുട്വെയർ ഈസ് ലോ, ലെതർ ഷൂസ് ഡോമിനേറ്റ് ഇന്ത്യൻ മാർക്കറ്റ്. അതാണിപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്പോർട്സ് വെയറിൻ്റെ ആ ഒരു ഗ്രോത്ത് ഇപ്പോൾ കൂടി വരികയാണ് ബിക്കോസ് ഓഫ് ദ ഹെൽത്ത് കോൺഷ്യസ് ഓഫ് ദ പബ്ലിക്, അല്ലേ. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ 18.2 പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫുട്വെയറിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 18.2 ആണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് $. പക്ഷേ ചൈന എന്ന് പറയുന്നത് $128.6 അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. USA 303, ജപ്പാൻ 333. ഓക്കെ, സോ ഇന്ത്യ നമ്പർ വൈസ് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അപ്പം ഇത് ഇവിടുന്ന് നല്ല രീതിയിലൊരു ഹെഡ് റൂം നമുക്കുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6 ടൈംസ് ഇവിടുന്ന് ഇത് വലുതാവാനുള്ള സാധ്യത, ഈ ഒരു ഇൻഡസ്ട്രി വലുതാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സെയിൽസ് ഗ്രോത്ത് വലുതാവാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഈ ഒരു നമ്പർ എന്ന് വെച്ചാൽ 128 ചൈനനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ 18ഉം 128ഉം ഏകദേശം 6 ടൈംസ് തന്നെ ഇവിടുന്ന് ഇത് വലുതാവാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ദീസ് ആർ ദ റീസൺ വൈ ഐ ചൂസ് ദിസ് കമ്പനി. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, നമുക്ക് അതിൻ്റെ ബിസിനസ് മനസ്സിലായി. ഫ്യൂച്ചറിൽ ഈ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, ഇനി ഇതിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം, അല്ലേ. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെക്നിക്കലിലേക്ക് പോകാം. നമ്മളിങ്ങനെ മൂന്നിനെയും നമ്മൾ കമ്പയർ ചെയ്യും, അല്ലേ. ഫൈനാൻഷ്യൽ, അതേപോലെ തന്നെ ബിസിനസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ. ഇത് മൂന്നെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാറുള്ളത്, ഞാൻ എൻ്റർ ചെയ്യാറുള്ളത്. അതേ കാര്യമാണ് ഞാൻ യൂട്യൂബിൽ ഒന്ന് പറയാറുള്ളതും. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ തീർച്ചയായിട്ടും അല്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നോക്കുക, റൈറ്റ്. ഇതിൻ്റെ അപ്പോൾ PE റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ 102 എന്ന PE റേഷ്യോയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഒരു PE റേഷ്യോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 94 എന്ന PE റേഷ്യോയിലാണ് ഈ ഒരു സംഗതി വർക്ക് ചെയ്യുന്നത് തന്നെ, അല്ലേ. അപ്പോൾ അതിൽ 100 അല്ലെങ്കിൽ 94 ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനേക്കാളും എന്താ പറയുക, PE റേഷ്യോ ഇനിയും കുറയും. കാരണം ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് 309 കോടി രൂപ, 352 കോടി രൂപ 2022, 348 കോടി രൂപ 2023, അതേപോലെ തന്നെ 364 കോടി രൂപ 2024, അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ച് 2021, 22, 23, 24 ഇങ്ങനെ കമ്പയർ ചെയ്യണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 348, അത് കഴിഞ്ഞ് 364 ഹയസ്റ്റ് എവർ സെയിൽസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്, റൈറ്റ്. ഒരു കാര്യം മനസ്സിലായി. രണ്ടാമത്തെ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 9 കോടി രൂപ, 23 കോടി രൂപ, 23 കോടി രൂപ, അതേപോലെ തന്നെ 33 കോടി രൂപ നെറ്റ് പ്രോഫിറ്റും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഇവിടെ കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ 410 കോടി രൂപയിൽ തുടങ്ങി
484 കോടി രൂപ വരെ പോയതാണ് ഹയസ്റ്റ് എവറായിട്ട് കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 1448 സെയിൽസ് ഇവിടെ ഇയർലി വൈസ് നോക്കുമ്പോൾ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് 31 കോടി രൂപയിൽ തുടങ്ങി 117 കോടി രൂപ ഹയസ്റ്റ് എവർ വരെ പോയതാണ്. ഇപ്പോൾ 89 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് ഇയർലി വൈസ് നമ്മൾ നോക്കുമ്പോൾ അല്ലേ. ബാലൻസ് ഷീറ്റിൽ എന്താണ് കാണുന്നത്? റിസർവിൽ 160 കോടി രൂപയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 499 കോടി രൂപ, 500 കോടി രൂപയോളം ഇവർക്ക് റിസർവ് സ്വന്തം പൈസ കമ്പനിയുടെ അടുത്ത് ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ബോറോയിങ് നമ്മൾ നോക്കുമ്പോൾ 178 കോടി രൂപ മാത്രമേ ഇപ്പോൾ ബോറോയിങ് ഉള്ളൂ. കാരണം കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 335 കോടി രൂപ ബോറോയിങ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 178 കോടി രൂപ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? കമ്പനി കടങ്ങളെ കുറച്ചു അല്ലേ. കടത്തിനെ ഡ്രാസ്റ്റിക്കായിട്ട് ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ കമ്പനിയുടെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും കടം വാങ്ങിയിട്ട് അതിനെ വെച്ച് ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി പാർട്ടും കൂടെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. പിന്നെ ഇതിൻ്റെ ഫിക്സഡ് അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ, കമ്പനിയുടെ ഫിക്സഡ് അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ 356 കോടി രൂപേൻ്റെ ഫിക്സഡ് അസറ്റ് ഇപ്പോൾ അവർക്കുണ്ട്. 18 കോടി രൂപേൻ്റെ CWIP കറൻറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. CWIPയിൽ 18 കോടി രൂപ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഗൈൻസ്റ്റ് നമ്മൾ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? അതർ അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ 723 കോടി രൂപയുണ്ട്. പിന്നെ 396 കോടി രൂപേൻ്റെ ഇൻവെൻട്രി കമ്പനിയുടെ കയ്യിലിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും പ്രൊഡക്റ്റ് കമ്പനി ഉണ്ടാക്കി കമ്പനിയുടെ കയ്യിലിരിക്കുകയാണ്, മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. 396 കോടി രൂപേൻ്റെ അല്ലേ. 118 കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് തിരിച്ചു വരാൻ ബാക്കിയുള്ളത് മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, ഇതെന്താണ്? ബിസിനസ് ടു ബിസിനസ് ആണ്. എന്ന് വെച്ചാൽ ബിസിനസ് ടു കസ്റ്റമറും ഉണ്ട്, അതേപോലെ തന്നെ റീറ്റെയിലേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നേരിട്ട് പൈസ കിട്ടില്ല അല്ലേ. പ്രൊഡക്റ്റ് കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടേക്ക് അവർ തിരിച്ച് പൈസ കൊടുക്കുന്നത്. അപ്പം ആ ഒരു പൈസ 118 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ അതൊരു വലിയ പൈസയല്ല, അതൊരു മാനേജബിൾ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 177 കോടി രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 118 കോടി രൂപയേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കാരണം മാർക്കറ്റിൽ നിന്ന് അത്രയും പൈസ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മാർക്കറ്റിൽ ഈ രീതിയിൽ ഇവിടെ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവർ കുറച്ച് പ്രൊഡക്റ്റിനെ കുറയ്ക്കാൻ തുടങ്ങും. മാർക്കറ്റിലേക്ക് പോകുന്ന പ്രൊഡക്റ്റ് ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് കുറയ്ക്കും. അതാണ് സെയിൽസ് കുറഞ്ഞിട്ടുള്ളത്. സെയിൽസ് കുറയുമ്പോൾ എന്തായി? നെറ്റ് പ്രോഫിറ്റും അതേപോലെ തന്നെ കുറഞ്ഞു. ഇവിടെ സെയിൽസ് കുറഞ്ഞുമ്പോൾ നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞു ഇവിടെ അല്ലേ. സെയിൽസ് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞതല്ല, അതാണ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ അവർ മാർക്കറ്റിലേക്ക് സെയിൽസ് കുറയ്ക്കും. സെയിൽസ് കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺട്രോളിൽ അവർ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലേ. ഒരുപാട് പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തി പൈസ ഇങ്ങോട്ട് വരുന്നില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. പക്ഷേ അതൊക്കെ മാനേജ് ചെയ്യാൻ അറിയുന്ന നല്ലൊരു മാനേജ്മെൻറ്റാണ് ഈ കമ്പനിക്കുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 73.88% ഉള്ളത് പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ്. 5.22% ഉള്ളത് FIIസിൻ്റെ കയ്യിലാണ്. അതേപോലെ തന്നെ 7.79% ഉള്ളത് പിന്നെ DISൻ്റെ കയ്യിലാണ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. റൈറ്റ്. പബ്ലിക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 13.1% ആണ്. 13.1% മാത്രമാണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത്. അതിൽ തന്നെ മുഴുവനായിട്ടും പബ്ലിക്കിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓവറോൾ നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഡാറ്റ വെച്ചിട്ട് എനിക്ക് യാതൊരു പ്രശ്നം ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല. ഇതൊരു റിവൈവൽ മോഡലുള്ള കമ്പനിയാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് റിവൈവൽ മോഡലുള്ള ബിസിനസ് ആണെന്ന് പറയുന്നത്? കാരണം സ്റ്റോക്ക് പ്രൈസ് കിടക്കുന്നത് വളരെ താഴെയാണ് അല്ലേ. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സിലൊന്നും യാതൊരു കുഴപ്പമില്ല. ബിസിനസ് നന്നായിട്ട് ഗ്രോ ആവുന്ന ബിസിനസ്സാണ്. അതിലെ ഗ്ലോബൽ ഡാറ്റയും നമ്മൾ മനസ്സിലാക്കി അല്ലേ. എല്ലാം കമ്പയർ ചെയ്ത് നോക്കി നമ്മളിനി. അപ്പം സ്റ്റോക്ക് പ്രൈസ് എന്തുകൊണ്ടാണ് താഴെയുള്ളത്? എന്തുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നത്? ബിക്കോസ് ഓഫ് ദ കോവിഡ് ഓൺലി. കോവിഡ് വന്നതിന് ശേഷം എല്ലാ കമ്പനികളൊന്നും റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും. അതിൽ പെട്ടൊരു കമ്പനിയാണ് ഈ പറയുന്ന ക്യാമ്പസ്. പ്ലസ് നേരത്തെ ഒരു കമ്പനിയും കൂടെ ഞാൻ പറഞ്ഞിരുന്നു, റിലാക്സോ. ഇതൊക്കെ ഇതിനകത്ത് പെട്ടിരിക്കുന്ന കമ്പനികളാണ്. അപ്പോൾ ഇനി അവർ റിവൈവലായിട്ട് വരണം. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിവൈവൽ മോഡിലുള്ള കമ്പനിയാണെന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. അപ്പം അതിന് റീസൺസ് വേറെയുണ്ട്. കാരണം സ്റ്റോക്ക് പ്രൈസ് കിടക്കുന്നത് വളരെ താഴെയാണ്. സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരുമ്പം ആൾക്കാർക്ക് ഇത് ഭയങ്കര എന്താ പറയുക, ഒരു പേടിയാണ്. ഈശ്വര, ഇതിപ്പോൾ ഇത്രയും മേലെ നിന്ന് പൊട്ടി താഴേക്ക് വന്ന് ഇനി ഈ കമ്പനി ഒരിക്കലും മേലേക്ക് പോകത്തില്ല എന്നായിരിക്കും എല്ലാവരുടെയും വിചാരം. പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാറില്ല. മാനുഫാക്ചറിങ് കമ്പനികൾ പ്രോഫിറ്റ് മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും ആ കമ്പനിയൊന്നും ഒരിക്കലും തകർന്നു പോകാനുള്ള സാധ്യത 99% ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ സ്റ്റോക്ക് പ്രൈസ് നോക്കിയിട്ടല്ല ക്യാമ്പസിൻ്റെ ഷൂ ആൾക്കാർ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്റ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ റിലാക്സോ വാങ്ങിക്കുന്നത് അല്ലേ. ഇതൊന്നും സ്റ്റോക്ക് പ്രൈസ് നോക്കിയിട്ടല്ല ആൾക്കാർ വാങ്ങിക്കുന്നത്. ആണോ? നമ്മളൊക്കെ രാവിലെ പോയിട്ട് ഒരു പല്ല് തേക്കാൻ നമ്മൾ പേസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നോക്കിയിട്ടാണോ നമ്മൾ കോൾഗേറ്റ് വേണോ അത് ക്ലോസപ്പ് വേണോ നമ്മൾ തീരുമാനിക്കുന്നത്? അല്ലല്ലോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പല്ല് തേക്കും. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ അത്രയും വ്യത്യാസമുള്ളൂ. റൈറ്റ്. അപ്പോൾ അതിന് സമയമാകുമ്പോൾ റിവൈവലായിട്ട് വരും. അപ്പോൾ ആ റിവൈവൽ ആവാനുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്പനി ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ കമ്പനീൻ്റെ ആനുവൽ റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇപ്പോൾ കമ്പനി 16.7 crore ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു. 16.7 crore during April 2023 is acquiring land and building in
പനോട്ട സാഹിബ് ഹിമാചൽ പ്രദേശ് ഫോർ എൻഹാൻസിങ് ഇറ്റ്സ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി. ഇത് ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മുഴുവനും ഞാൻ വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത്. റൈറ്റ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നുണ്ട്, കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് കപ്പാസിറ്റി വലുതാക്കാൻ വേണ്ടി കമ്പനി നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കമ്പനിയിൽ സംഭവിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള മുമ്പോട്ടുള്ള അപ്ഡേറ്റ്സ്, എല്ലാ ഫർദർ അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ വെബ്സൈറ്റിലാണ് കൊടുക്കാറുള്ളത്. ഇതെൻ്റെ വെബ്സൈറ്റാണ്, ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. സോ ദിസ് ഇസ് മൈ ഓൺ വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലേണേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സ് ഉണ്ട്. കാരണം ഇതുപോലത്തെ കാര്യങ്ങളെ നിങ്ങൾക്ക് ആ രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു കമ്പനീനെ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ടെക്നിക്കൽ ടാർഗറ്റ് നമ്മൾ നിശ്ചയിക്കേണ്ടത്, എങ്ങനെയാണ് ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുവരെ 300-ൽ കൂടുതൽ ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ റിവ്യൂസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാം ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ അവരുടെ റിട്ടേൺ റിവ്യൂസാണ്, അവരുടെ എന്താ പറയുക ഓരോരുത്തരുടെയും കമൻറ്റാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് എന്തൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ. പിന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ കോഴ്സിൽ പോവുക. കോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. കോഴ്സിൽ ഇവിടെ 2 ടൈപ്പിലുള്ള കോഴ്സ് ഉണ്ട്. ഒന്ന് ഫ്രീ കോഴ്സാണ്, അതിനകത്ത് നമ്മുടെ പിന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതെൻ്റെ മാസ്റ്ററിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്ന കോഴ്സാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള. റൈറ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സിലബസ് ഇതിനകത്തുണ്ട്. ഇൻട്രൊഡക്ഷൻ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഹൗ ടു അനലൈസ് ദ ബിസിനസ് ഫണ്ടമെൻ്റൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എല്ലാം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വെർഷനാണ്. പിന്നെ സ്ട്രാറ്റജീസ്, ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അതിനകത്തുണ്ട്. മാസ്റ്ററിങ് ദ 100 crore മൈൻഡ് സെറ്റ് അതിനകത്തുണ്ട്. ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ നിങ്ങൾക്കൊരു ഐഡിയ അവിടെ കിട്ടും. എന്താണ് ഓപ്പറേറ്റേഴ്സ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ബോണസ് വീഡിയോസ് അതിനകത്ത് വേറെയും വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ ഓരോന്നായിട്ട്. ഇതും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ മെനഞ്ഞാന്നോ ഇന്നലെ തൊട്ട് ഞാൻ എൻ്റെ ഇതിപ്പോൾ പുതിയ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു സ്റ്റുഡൻസിനോട്. ഇതിപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അവരെനിക്ക് അയക്കുന്ന റിപ്ലൈസാണ് ഇതെല്ലാം, റിവ്യൂസാണ് ഇതെല്ലാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 സ്റ്റാർ റേറ്റിങ്ങിനോട് കൂടിയാണ് അവരെല്ലാവരും അയച്ചേക്കുന്നത് അല്ലേ. അപ്പം കാരണം എന്താണ്, ഇതിപ്പോൾ നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്തും കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ അങ്ങ് പോകലല്ല, അവരുടെ കൂടെ ഞാനുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ കൂടെയുണ്ട്. എല്ലാ കാര്യത്തിലും ഞാൻ എന്താ പറയുക, എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ളൊരു വെബ്സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഈ കോഴ്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ, ഫ്രീ കോഴ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഫ്രീ കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ്, ന്യൂസ് അപ്ഡേറ്റ്സ്. ഇതിനകത്തെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇതുവരെ നമ്മളിപ്പോൾ എന്താ പറയുക യൂട്യൂബിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന എല്ലാ സ്റ്റോക്കും ഇതുവരെ ആയിട്ടില്ല. എന്നാലും ഞാൻ പറയുകയാണ്, കുറേ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ടാർഗറ്റ് അച്ചീവ് ആയ സ്റ്റോക്കുകളാണ് ഇതെല്ലാം. ക്യാംസ്, അതേപോലെ തന്നെ NMDC, NSIL, PNB, നാം ഇന്ത്യ, യു നെയിം ഇറ്റ്, LIC, ATGL, വിപ്രോ, അദാനി പോർട്ട്, ടാറ്റ പവർ, SBIN എല്ലാം, അമര രാജ ബാറ്ററി, ജിയോ ഫിനാൻസ്, JP പവർ, യെസ് ബാങ്ക് തൊട്ട് ടൈഡ് വാട്ടർ ഓയിൽ വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും 4 എണ്ണം ഇനിയും ബാക്കിയുണ്ട് കൊടുക്കാനുള്ള. ഓക്കെ, ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ടാർഗറ്റ് അച്ചീവ് ആവുന്ന സ്റ്റോക്കുകളെ കുറിച്ച് ഞാനിവിടെ പറയാറുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിനെ കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറയട്ടെ, ഐ ആം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. ഓക്കെ. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നമുക്ക് നോക്കുമ്പോൾ ഇതേതാ ചാർട്ട് എന്ന് പറയുന്നത്, ഇത് ടൈഡ് വാട്ടർ ഓയിലാണ്. ഓക്കെ. ടൈഡ് വാട്ടർ ഓയിലിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ സ്റ്റോക്ക് പ്രൈസ് എവിടെയാണ് കിടന്നിരുന്നത്? സെപ്റ്റംബറിലാണ്, 2023 സെപ്റ്റംബറിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ടൈഡ് വാട്ടർ ഓയിലിൻ്റെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഇത് കണ്ടോ, ഈ ഒരു റേഞ്ചിൽ നിന്ന് ടൈഡ് വാട്ടർ ഓയിലിൻ്റെ ഇത്രയും താഴേക്ക് കമ്പനി എത്തിയായിരുന്നു. ഞാനിവിടെയാണ് നമ്മൾ എൻട്രി ചെയ്തത് അല്ലേ. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കേ, ഇപ്പോൾ 118% ഇപ്പോഴത്തന്നെ ഈ സ്റ്റോക്ക് പ്രൈസ് മൂവ് ആയിരിക്കുന്നത്. സമയമെടുത്തോ? തീർച്ചയായിട്ടും എടുത്തു. സമയമെടുക്കും. ദിസ് ഇസ് ഇക്വിറ്റി ട്രേഡിംഗ്, ദിസ് ഇസ് നോട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇന്ന് നിങ്ങൾ 1 കോടി രൂപ ഇട്ടാൽ നാളെ 10 കോടി ആവുന്നുള്ള അങ്ങനെയൊന്നും ഇവിടെ കിട്ടില്ല. ഇതെന്താണ്, ഇക്വിറ്റി ട്രേഡിംഗ് ആണ് അല്ലേ. ഇവിടെ നമ്മളൊരു കമ്പനിയുടെ ഗ്രോത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമയം എടുക്കും. നമ്മൾ ആ ഗ്രോത്തിൻ്റെ കൂടെ നമ്മളും ഗ്രോ ആവണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ പേഷ്യൻസിനാണ് നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ എന്തായാലും നമ്മുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. പിന്നെ അപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നോക്കേണ്ട ടോപ്പിക് ഏതാണ്? നമ്മളത് ക്യാമ്പസ് അല്ലേ, ക്യാമ്പസ് ആക്റ്റീവ് വെയർ ലിമിറ്റഡ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? എനിക്ക് ഇവിടെയും സെയിം സിനാരിയോ ആണ്. നിങ്ങൾ ആ ടൈഡ് വാട്ടർ ഓയിലോട്ട് കമ്പയർ ചെയ്യേണ്ട. ഞാൻ പറയുന്നത് ഇതേ രീതിയിലാണ് സ്റ്റോക്ക് പ്രൈസ് കിടക്കുന്നത് താഴെ അല്ലേ.
സ്റ്റോക്ക് പ്രൈസ് ഇവിടെ 2022 മുതൽ താഴേക്ക് വരാൻ തുടങ്ങിയതാണ്. കാരണം ബിക്കോസ് ഓഫ് ദ കോവിഡ് ഓൺലി. കോവിഡ് വന്നു, ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡിൻ്റെ ബേസ് കൂടുതലായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇപ്പോൾ ഇൻഫ്ലേഷനൊക്കെ കുറഞ്ഞ് ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് റിവൈവലായി. ഇന്ത്യൻ്റെ GDP റേറ്റൊക്കെ കൂടാൻ തുടങ്ങി. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിതിനെ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വാങ്ങിക്കുക? അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ വോളിയത്തിൽ ഇവിടെ ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ആളുകളെന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരല്ല. ദീസ് ആർ ദ ബിഗ് പ്ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഇതിനകത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് ഇപ്പോൾ ഇന്ന് വാങ്ങിയ ഇന്ന് തന്നെ ഇതിപ്പോൾ നാളെ നമ്മുടെ ടാർഗറ്റിലെത്തുന്ന ഞാൻ പറഞ്ഞിരുന്നില്ല, ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇത് സമയമെടുക്കും. എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2-3 വർഷത്തിൽ ഇത് വന്നാലും മതി. കാരണം ഞാൻ 100% ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, 100%. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് ടേം ടാർഗറ്റ് എത്രയാണ്? 28% ആണ്. ഈ ഒരു ടെക്നിക്കൽ പാറ്റേണിൻ്റെ ബേസിൽ ഇതിങ്ങനെ മൊത്തത്തിൽ അളന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 28% ടാർഗറ്റ് ഒന്നാമത്തെ ടാർഗറ്റ് എനിക്ക് കിട്ടി. അവിടെ ഷോർട്ട് ടേം ടാർഗറ്റ്. രണ്ടാമത്തെ എന്താണ്? 58% ആണ്. ഞാൻ ഈ ഒരു ഹൈറ്റിൽ വേണ്ടി ഇവിടെ ട്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 100%. ഇവിടം വരെ എത്തുമ്പോഴേ ഞാനിത് വിൽക്കുള്ളൂ, അല്ലേ? അപ്പോൾ 3 അക്കൗണ്ടിലായിട്ട് ഞാൻ ട്രേഡ് ചെയ്യും. എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. ആ 3 അക്കൗണ്ടിൽ ഞാൻ ട്രേഡ് ചെയ്യും. ഷോർട്ട് ടേം, മിഡ് ടേം, അതേപോലെ തന്നെ ലോങ് ടേം. ഈ രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുക. അപ്പം ടാർഗറ്റ് എത്രയാണ്? 597 ആണ്. 100%-ത്തിനാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ, അതേപോലെ തന്നെ 58% ടാർഗറ്റ് എത്രയാണ്? ഇവിടെ നമുക്ക് നോക്കാം. 470 റുപ്പീസാണ്. അതേപോലെ തന്നെ 28% ആണെങ്കിൽ എനിക്ക് കിട്ടുന്നതെങ്കിൽ അത് 382 റുപ്പീസ് ആയിരിക്കും എനിക്ക് കിട്ടുക. നമ്മുടെ ടാർഗറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഫോർ യു ഗൈസ്. അപ്പം ഇതാണ് ഓവർവ്യൂ അബൌട്ട് ക്യാമ്പസ് ആക്റ്റീവ് വെയർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ എൻ്റെ വീഡിയോ വരുന്നുണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും വരും, റൈറ്റ്? അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.